നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മേയർ വി രാജേഷിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമത്തിലാണ് CPM. അതിന് കാരണം വർഷങ്ങളായി കൈവശമിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടുപോയതിലുള്ള CPMന്റെ പ്രശ്നങ്ങളാണ്. മാത്രമല്ല, CPMന് കോർപ്പറേഷൻ കൈവിട്ടുപോയതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം വരുന്ന തിരഞ്ഞെടുപ്പ് കൂടി വളരെ അടുത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തിരഞ്ഞെടുപ്പ് അടുത്തു വരുംതോറും ദിവസത്തിന് ദിവസം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന കേരളത്തിൻ്റെ തലസ്ഥാനത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ഇപ്പോൾ CPMന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം ഇവിടെ നടന്നിട്ടുള്ള തീവെട്ടിക്കൊള്ളകൾ. കേരളത്തിലെ CPM നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ മൗനാനുവാദം നൽകിയിരുന്ന ചില തീവെട്ടിക്കൊള്ളകൾ ഇപ്പോൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നു. അധികാരമേറ്റ ആദ്യം തന്നെ തെരുവുനായ്ക്കളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞത് വലിയ രീതിയിലുള്ള ഇമേജ് വി രാജേഷിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം പറഞ്ഞ സമയത്ത് ബസ്സടക്കം നിരത്തിലിറക്കി. ഓരോ വിഷയത്തിലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള തികഞ്ഞ ഒരു പൊതുപ്രവർത്തകന്റെ നിലപാടുകളാണ്. പലപ്പോഴും CPM ഉണ്ടാക്കി വെച്ചിരുന്ന ചില നറേറ്റീവുകൾ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആകെ ബുദ്ധിയുള്ളത് CPMനാണെന്നും മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിയില്ല എന്നും, പ്രത്യേകിച്ച് RSSും BJPയും ആണെങ്കിൽ യാതൊരു തരത്തിലുള്ള കാലിബറോ ബുദ്ധിയോ ഇല്ല എന്നുമൊക്കെ കേരളത്തിൽ മാത്രം പറഞ്ഞു പരത്താൻ CPMന് സാധിച്ചിട്ടുണ്ട്. ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന യാതൊരു ബുദ്ധിയുമില്ലാത്ത പാർട്ടി ക്ലാസ്സുകളിൽ പോയി എന്തെങ്കിലുമൊക്കെ ക്യാപ്സൂൾ പഠിച്ചുകൊണ്ട് പൊതുരംഗത്ത് വന്ന് ആ ക്യാപ്സൂളുകൾ വിസർജിച്ച് വെച്ചുകൊണ്ട് നടന്ന പലരും ബുദ്ധിജീവികളായി വാഴ്ത്തപ്പെട്ട സംസ്ഥാനം കൂടിയാണ് കേരളം. അങ്ങനെയുള്ള സംസ്ഥാനത്ത് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ പൊതുരംഗത്തേക്ക് വരികയോ പ്രത്യേകിച്ച് അവർ BJPക്കാരാവുകയോ ചെയ്താൽ അപ്പോൾ തന്നെ അവരെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം നടത്തും. BJPയുടെ നേതാക്കന്മാർ ആരെ നോക്കിയാലും വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും ഉള്ളവരാണ് പലപ്പോഴും എല്ലാ ഘട്ടത്തിലും നേതാക്കന്മാരായി വന്നിട്ടുള്ളത്. അണികളും ഒട്ടൊക്കെ അങ്ങനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെ അണികൾ വലിയ രീതിയിൽ പ്രചരണവും CPM ഉണ്ടാക്കുന്ന നറേറ്റീവുകളും പൊളിച്ചെടുക്കുന്നത് കൊണ്ട് ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിലേക്ക് CPMന് കാര്യങ്ങൾ മാറി. ആകെ CPMന് ഉള്ളതൊരു പോരാളി ഷാജിയാണ്. പോരാളി ഷാജിയുടെ നിലവാരമാണെങ്കിൽ പറയേണ്ടതുമില്ല. CPM അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലാവുമ്പോൾ ഇപ്പോൾ ചില സൈബർ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് സൈബർ ഇടങ്ങളിൽ വലിയ പ്രചരണവും ക്യാപ്സൂളും ഒക്കെ ഇറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു ക്യാപ്സൂളിനും 10 മിനിറ്റിലധികം ആയുസ് സോഷ്യൽ മീഡിയ നൽകുന്നുമില്ല. ഏതായാലും ഇപ്പോൾ പിന്നീടുണ്ടായ ഒരു വലിയ പ്രശ്നമെന്ന രീതിയിൽ ആറ്റുകാൽ പൊങ്കാല അങ്ങ് കുളമാക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ സർവ മേഖലകളിലും സാന്നിധ്യമായിക്കൊണ്ട് ആറ്റുകാൽ പൊങ്കാല അതിഗംഭീരമായി നടത്താനും CPMന്റെ നറേറ്റീവുകൾ പൊളിച്ചെടുക്കാനും വി രാജേഷിനായി. ഓരോ ഘട്ടങ്ങളിലെയും നിലപാടുകൾ നോക്കൂ. ജലവിതരണം തടസ്സപ്പെടുത്താൻ നടത്തിയ ശ്രമം ആദ്യം മുതലേ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ടാങ്കറുകളിൽ ഓരോ സ്ഥലത്തും വെള്ളം എത്തിച്ചു. ശുചീകരണ തൊഴിലാളികളെ ഒരുമിച്ച് ലീവ് എടുപ്പിക്കാനുള്ള CPMന്റെ ശ്രമം അമ്പെ പരാജയപ്പെടുത്തി. സേവാഭാരതിയും BJPയും ഒക്കെ ചേർന്ന് നഗരം ശുദ്ധീകരിക്കുകയും ക്ലിയർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഓരോ ഘട്ടങ്ങളും പിന്നീടുണ്ടായത് വലിയ ഇടപെടലായിരുന്നു. പാർക്കിംഗ് കൊള്ള തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതൊന്നും നടക്കാതിരുന്നതല്ല, നടന്നിട്ടുണ്ട്. അതിൻ്റെ മൗനാനുവാദം CPM നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൈര്യത്തോടെ SME സ്കൂളിൻ്റെ ഗ്രൗണ്ട് അടക്കം ആ ഗ്രൗണ്ടിൽ PTA പ്രസിഡന്റും ചില വ്യക്തികളും ചേർന്ന് ഗ്രൗണ്ടിൽ ഗുണ്ടാ പരിപാടിയും വാടക പിരിക്കാനുമൊക്കെ ശ്രമം നടത്തിയത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങളെ എത്ര അതിക്രൂരമായാണ് ഇത്തരക്കാർ പിഴിഞ്ഞുകൊണ്ടിരുന്നതെന്ന് മേയർ കാണിച്ചു തരികയും ചെയ്തു. ഒരു സ്ഥലത്ത് ഏതാണ്ട് 400 രൂപ വെച്ചാണ് പാർക്കിങ്ങിന് ഒരു ചെറിയ ഓൾട്ടോ കാർ പാർക്ക് ചെയ്യാൻ 400 രൂപ വാങ്ങിച്ചത് ജനങ്ങളുടെ ശ്രദ്ധയിൽ മേയർ കൊണ്ടുവന്നു. അപ്പോഴപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിലും വി രാജേഷ് വലിയ വിജയമായി മാറുകയാണ്. രാഷ്ട്രീയം പറയാതെ ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകൻ
എന്നാൽ ഏറ്റവും മികച്ച ഭരണാധികാരിയാണെന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ അദ്ദേഹം ഏറ്റവും നന്നായി സ്കോർ ചെയ്യുന്നുണ്ട്. ഇരുത്തം വന്നൊരു രാഷ്ട്രീയക്കാരനെ പോലെ ജാതി മത കക്ഷി രാഷ്ട്രീയ വർഗവർണ്ണ ഭേദമന്യേ ഏറ്റവും ഭംഗിയായി ഏറ്റവും നന്നായി ജനങ്ങളോട് ഇടപഴകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരം നഗരത്തിൽ ഒരു മേയർ ബ്രോ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മേയർ ബ്രോ ഔട്ടാണ്. മേയർ സാർ ഇന്നുമാണ്. തമാശയും കാര്യങ്ങളും ഒന്നുമില്ലാതെ കൃത്യമായി എങ്ങനെ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യണമെന്ന്, കൃത്യമായി എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നതെന്ന്. സാധാരണ നമുക്കറിയാം മേയർ ബ്രോ മുഴുവൻ പബ്ലിക് റിലേഷൻ ആയിരുന്നു കേട്ടോ. കാരണം കൊറോണ കാലത്ത് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കയറ്റി അയക്കപ്പെട്ട ആ മുഴുവൻ സാധനങ്ങളുടെയും ക്രെഡിറ്റ് മേയർ ബ്രോയ്ക്കാണ് എന്ന് മേയർ ബ്രോ അവകാശപ്പെടുകയും അത് പാടിപ്പുകഴ്ത്തുകയും ചെയ്താണ് മേയർ ബ്രോ ആയി മാറിയത്. ജില്ലാ ഭരണകൂടവും മറ്റ് പൊതുപ്രവർത്തകരും എല്ലാം ചേർന്ന് നടത്തിയ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് അടിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ വി വി രാജേഷ് അങ്ങനെയല്ല. വി വി രാജേഷ് നഗരസഭാ ഭരണത്തിൽ കോർപ്പറേഷനെ ഏറ്റവും മികച്ച ഭരണകേന്ദ്രമാക്കി മാറ്റാൻ എല്ലാ കൗൺസിലർമാരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് നഗരത്തിന്റെ ശുചീകരണം അടക്കം. അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. അവസാനത്തെ തൊഴിലാളിയും ഇവിടെ നിന്ന് പിരിഞ്ഞുപോയ ശേഷം മാത്രമേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ എല്ലാ സ്ഥലത്തും എല്ലാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എല്ലാ കൗൺസിലർമാരും പൊതുപ്രവർത്തകരും തെരുവിലിറങ്ങി എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏതായാലും മേയർ ബ്രോ ഇപ്പോൾ ഔട്ടാണ്. ഇപ്പോൾ കേരളത്തിലെമ്പാടും ഇന്ത്യയെമ്പാടും ചർച്ച ചെയ്യുന്ന, ഒരുപക്ഷെ ആറ്റുകാൽ പൊങ്കാല വന്നതോടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലമായതോടെ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരൊറ്റ മേയർ ആവുകയാണ് വി വി രാജേഷ്. കേരളത്തിൽ പല കോർപ്പറേഷനുകളും നഗരസഭയും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ പേര് ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നില്ല. എന്നാൽ തിരുവനന്തപുരം മേയർ 24/7 അദ്ദേഹം കർമ്മനിരതനാണ്. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ ലോകമെമ്പാടും അറിയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മേയർ ബ്രോയൊക്കെ ഔട്ടായി മേയർ സാർ ഇന്നാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് വലിയ രീതിയിൽ BJPക്ക് ഗുണം ചെയ്യുമെന്ന് നമുക്കേവർക്കും അറിയാം. വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ, തിരുവനന്തപുരം ഒരു തുടക്കമായി കണ്ടുകൊണ്ട് തന്നെ കേരളം ഉടനീളം വ്യാപിക്കുന്ന വലിയ വമ്പൻ വിജയങ്ങൾ BJPക്ക് നേടിക്കൊടുക്കാൻ മേയറുടെ ഭരണം ഒരു സൂചകം തന്നെയാകുമെന്ന കാര്യത്തിലും സംശയമില്ല. കേരളത്തിലുടനീളം BJPക്കാർ വന്നാൽ അല്ലെങ്കിൽ BJPക്ക് ഭരണം കിട്ടിയാൽ ഇത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന മേയറെ പോലെ നിരവധി MLAമാരും നിരവധി MP മാരും ഒക്കെ കേരളത്തിൽ നിന്നുണ്ടാവുകയും കേരളത്തിന് ഒരു മുഖ്യമന്ത്രി BJPയിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്ന കാലം അതിവിദൂരമല്ലെന്ന് കാണിച്ചു തരികയാണ് മേയർ വി വി രാജേഷ്.